വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വനം കാത്തു സംരക്ഷിക്കേണ്ട വനം വകുപ്പിന്റെ ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. മണി ചെറുതുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോക പരിസ്ഥിതി ദിനത്തിൽ വനം കാത്തു സംരക്ഷിക്കേണ്ട വനം വകുപ്പിന്റെ ഓഫീസും ഫോറസ്റ്റ് വെറ്ററിനറി ക്ലിനിക്കും അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷൻ മച്ചാട് റേഞ്ച് അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് അവഗണനയുടെ പാതയിൽ കഴിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടിയത്. അതിനുശേഷമാണ് ഫോറസ്റ്റ് വെറ്ററിനറി ക്ലിനിക്കും അടച്ചുപൂട്ടിയത്. ഇപ്പോൾ വാഴാനി റേഞ്ചിന്റെ കീഴിലാണ് തെക്കുംകര, മുള്ളൂർക്കര, പാഞ്ഞാൾ എന്നീ 3 പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും ഉൾപ്പെടുന്ന ഭാഗം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് അപകടങ്ങൾ പറ്റുകയോ മൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ കിലോമീറ്ററുകൾ താണ്ടി വേണം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുവാൻ. കൂടാതെ അകമല സ്റ്റേഷൻ പരിധി നിരവധി അപൂർവ തേക്കും മറ്റു മരങ്ങളും ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ്. സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ തേക്കുമരം ഉൾപ്പെടെയുള്ള വനസമ്പത്തുകളുടെ മോഷണവും നടക്കുന്നുണ്ടെന്ന് ആരോപണം ഉയരുന്നുണ്ട്. മോഷ്ടാക്കളെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായും അകമല സ്റ്റേഷന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും നിരവധി തവണ നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിലും വനം വകുപ്പ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. അകമല ഫോറസ്റ്റ് വെറ്ററിനറി ക്ലിനിക്ക് അടച്ചുപൂട്ടിയിട്ട് 1 വർഷം പിന്നിടുകയാണ്. 2024 ജൂൺ 12-ന് അകമല വനം ക്ലിനിക്കിലേക്ക് വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്ത് പ്രകാരം സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വെറ്ററിനറി സർജനെ നിയമിച്ചിരുന്നു. അകമല ക്ലിനിക്കിലെ സഹായികളും സൗകര്യവും വാഹനവും ഇല്ലെന്ന കാരണത്താൽ തൃശൂരിലെ ഓഫീസിലാണ് ഈ വനം അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസറുടെ സേവനം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാട്ടിലിറങ്ങി പിടിയിലാകുന്ന വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സ അകമലയിൽ വനം വെറ്ററിനറി ക്ലിനിക്കിൽ നൽകിയിരുന്ന കാലമുണ്ടായിരുന്നു. 1 വർഷത്തോളമായി വെറ്ററിനറി ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഒരു വെറ്ററിനറി ഓഫീസറും വന്യജീവി പരിചരണത്തിൽ പരിചയസമ്പന്നരായ 2 സഹായികളും ഇവിടെ ഉണ്ടായിരുന്നു. അവരെയെല്ലാം പിന്നീട് പിരിച്ചുവിട്ടു. 5 വർഷം മുമ്പാണ് അകമലയിൽ വനം വകുപ്പിന്റെ സ്റ്റേഷൻ കെട്ടിടം 7 ലക്ഷം രൂപ ചെലവിൽ പുതുക്കി ക്ലിനിക്ക് തുടങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആശുപത്രികളിൽ മൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കുവാൻ സൗകര്യമില്ല. ഇതിന് പരിഹാരമായിട്ടാണ് തൃശൂർ വനം ഡിവിഷൻ അകമലയിൽ ക്ലിനിക്ക് ആരംഭിച്ചത്. നെല്ലിയാമ്പതി, ചാലക്കുടി, നെന്മാറ, പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് ധാരാളം പക്ഷിമൃഗാദികളെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവന്നിരുന്നു. 5 ലക്ഷം രൂപ ചെലവിട്ട് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ നടത്തുവാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ക്ലിനിക്ക് അടച്ചുപൂട്ടിയതോടെ അവിടെ ഉപയോഗിച്ചിരുന്ന കാലാവധി കഴിഞ്ഞ വാഹനം ക്ലിനിക്കിന് മുന്നിൽ ഇപ്പോഴും തുരുമ്പ് പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും അധികൃതർ ഇനിയും വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വന്യമൃഗങ്ങൾക്കും വനസമ്പത്തിനും ദോഷകരമായ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നും ബയോ നാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദുൽ സലാം പറഞ്ഞു. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പറയാനുള്ള ഈ കെട്ടിടങ്ങൾ വളരെ ഉപയോഗശൂന്യമായ രീതിയിൽ കിടക്കുകയാണ്. ഇതൊന്നല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനായിട്ടോ സ്റ്റാഫ് ക്വാർട്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ വെറ്റിനറി ക്ലിനിക്കായിട്ടോ നമുക്കൊരു ഡോക്ടറുടെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അകമലയിൽ അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടി എടുത്തിട്ടില്ല. മാത്രമല്ല നമുക്ക് ഏരിയ കുറവാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സ്റ്റേഷനുകൾ നിർത്തലാക്കിയെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഏരിയ കുറഞ്ഞാലും നമ്മളിപ്പോൾ നഗരവനങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫോറസ്റ്റുകളും എല്ലാം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിക്കുമ്പോൾ നിലവിലുള്ള വനത്തെ സംരക്ഷിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടികളുമില്ല. വനം വകുപ്പിൻ്റെ അനാസ്ഥ വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി കേരളം കണ്ടതിൽ ഏറ്റവും മോശം മന്ത്രിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മന്ത്രി എപ്പോഴും ആശയങ്ങളിലൂടെയും പ്രവർത്തികളിലൂടെയും അഡ്മിനിസ്ട്രേഷനിലൂടെ എല്ലാം വനം വകുപ്പിൻ്റെ ജീർണതയിലേക്ക് വനം വകുപ്പിനെ എത്തിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനൊരു വനം പരിസ്ഥിതി സംരക്ഷകൻ എന്ന നിലയിൽ ഞങ്ങളുടെ കൂട്ടായ്മ ബയോ നാച്ചുറൽ ക്ലബിനും സംസ്ഥാന തലത്തിൽ തന്നെ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. സർക്കാരിൻ്റെ ഡിസിഷൻസ് വന്യജീവികളെല്ലാം വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആശയം അതിനൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കണം. അതൊരു രാഷ്ട്രീയമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇലക്ഷനെ ഇട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് സർക്കാർ തലത്തിൽ ഉന്നത സമിതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം നടത്തണം എന്നുള്ളതാണ്. ഇന്ന് നമുക്കുള്ള അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിൻ്റെ മെയിൻ കാരണം എന്താണ് എന്നുള്ളത് ഒരു സ്ഥലത്തുള്ള പ്രശ്നങ്ങളല്ല പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. VCV ന്യൂസ്, മുള്ളൂർക്കര.
You are watching VCV News.